ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു തുള്ളി ഓയിൽ കൂടി ചേർക്കാത്ത നല്ലൊരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള മയോണൈസാണുള്ള റെസിപ്പിയുമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലും അതുപോലെ ഹോട്ടലിലൊക്കെ കഴിക്കുമ്പോഴും വീട്ടിൽ അതേ രീതിക്കാണ് നമ്മൾ ഉണ്ടാക്കൽ. ഓയിലും മുട്ട എല്ലാം ചേർത്തിട്ട് അത് നമ്മളെ ശരീരത്തിന് അത്രയും കേടാണ്. പക്ഷേ നമ്മൾ മന്തി ഉണ്ടാക്കുമ്പോൾ, ഫ്രൈഡ് റൈസ്, പല നമ്മൾ ഇതുപോലെ റെസിപ്പികൾ ഉണ്ടാക്കുമ്പോൾ അത് നിർബന്ധമാണ്, മസ്റ്റാണ് നമുക്ക് മയോണൈസ് അതിൻ്റെ ഒപ്പം കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി കുട്ടികൾക്കായാലും വലിയവർക്ക് എല്ലാവർക്കും ഒരുപോലെ ഇത് കഴിക്കാം കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി പ്രോട്ടീൻ നിറഞ്ഞിട്ടുള്ള അടിപൊളി ഒരു മയോണൈസിൻ്റെ റെസിപ്പിയുമാണ്. അപ്പോൾ ഇതുപോലെ ഈസി റെസിപ്പിക്ക് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള മയോണൈസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനൊരു ജാർ എടുത്തിട്ടുണ്ട്. എന്തായാലും ആദ്യം തന്നെ ജാറായിട്ട് പിടിച്ചിട്ടുണ്ടല്ലോ എന്ന് കരുതണ്ട. അപ്പോൾ അതാണ് നമുക്ക് ആദ്യം വേണ്ടിയത്. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ ഇതേപോലെ ഒരു ചെറിയ കുക്കറിൽ, അപ്പോൾ അത് എന്താണെന്നല്ലേ അപ്പോൾ തുറന്ന് കാണിച്ചു തരാം. ഇതിലേക്ക് ഞാൻ മുട്ട, ഉരുളക്കിഴങ്ങ് ഇതുപോലെ പുഴുങ്ങാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതേ രീതിക്ക് ഞാൻ 3 വിസിൽ വെച്ചിട്ട് ഇതേപോലെ നല്ല സോഫ്റ്റായിട്ടൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. മുട്ടയും അതിൻ്റെ ഒപ്പം തന്നെ നല്ല കഴുകിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ തൊലിയും കൂടി ഒന്ന് കളഞ്ഞെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നല്ല പ്രോട്ടീൻ നിറഞ്ഞിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇത് നല്ലൊരു 3 വിസിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി ഞാൻ 3 അല്ലി വെളുത്തുള്ളി, ചെറുതായതുകൊണ്ട് 3 അല്ലി എടുത്തത്. കുറച്ച് വലിയ സൈസാണെങ്കിൽ 2 വെളുത്തുള്ളി മാത്രം മതി കേട്ടോ. അത് ജസ്റ്റ് ഞാനൊന്ന് ചതുക്കിയിട്ട് ഈ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനൊപ്പം തന്നെ നമ്മൾ മുട്ടയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ഇങ്ങനെ വേവിച്ചെടുത്താൽ നല്ല അടിപൊളി പ്രോട്ടീൻ, നമ്മൾ ഹെൽത്തിയാണ് കേട്ടോ. നമ്മൾ പച്ച മുട്ട ചേർത്തിട്ടാണ് നമ്മൾ അടിച്ചെടുക്കൽ, ഒരുപാട് ഓയിലൊക്കെ ചേർത്തിട്ട്. അതൊക്കെ അത്രയ്ക്ക് നമ്മളെ ശരീരത്തിന് കേടാണ് കേട്ടോ. അപ്പോൾ ഇതേ രീതിക്ക് ഇനി എപ്പോഴും ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഞാൻ സുർക്ക വിനീഗർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ തന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ തന്നെ ആ വെള്ളത്തിൽ അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടാണ് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനി ജാറിലേക്ക് ഇത് നല്ല ഒന്ന് കറക്കിയെടുക്കാം. വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതേ രീതിക്കൊന്ന് നല്ല ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം നമുക്കിതുപോലെ ജാറൊന്ന് മൂടി തുറക്കാം. നല്ല ഫൈനായിട്ട് തന്നെ നമുക്കിതൊന്ന് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല കട്ടിയിലാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എത്രയാണ് നമുക്ക് ലൂസാക്കേണ്ടത് ആ ഒരു രീതിക്ക് നമുക്ക് ലൂസാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെയും ഒരു ടീസ്പൂണോളം സുർക്ക വിനീഗർ ഒഴിച്ച് കൊടുത്തു. പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുള്ള വെള്ളം ഒഴിച്ച് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. നമുക്ക് എത്ര ലൂസിലാണ് വേണ്ടിയത്, എത്ര ക്വാണ്ടിറ്റിയിലാണ് വേണ്ടിയത്, അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് ലൂസാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതേ രീതിക്ക് ഒന്ന് അടിച്ച്, ഒരുപാട് ലൂസാക്കിയിട്ടില്ല, എന്നാലും കുറച്ചൊരു തിക്നെസ്സിൽ ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിക്നെസ് രീതിക്കാണ് കേട്ടോ ഞാൻ അടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഒന്നും കൂടി ടൈറ്റാവും, ഒന്നും കൂടി തിക്കാവും കേട്ടോ. അപ്പോൾ ഇനി ലൂസിലാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒരുപാട് ചെയ്ത് എടുത്തേക്കണ്ടെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഈ ഇത്ര മാത്രം മതിയെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അതും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഒരു തുള്ളി ഓയിലും കൂടി ചേർക്കാതെ നല്ല അടിപൊളിയായിട്ടുള്ള, നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള, നല്ല പ്രോട്ടീനൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ഹെൽത്തി മയോണൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.